സ്വർണ്ണവില സർവകാല റെക്കോർഡുകൾ ഭേദിച്ച് കുതിച്ചുയരുമ്പോൾ ഈ മേഖലയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന പരമ്പരാഗത തൊഴിലാളികളുടെയും ചെറുകിട വ്യാപാരികളുടെയും ജീവിതം കടുത്ത പ്രതിസന്ധിയിലായിരിക്കുന്നു. അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങളും വൻകിട കോർപ്പറേറ്റ് ജ്വല്ലറികളുടെ കടന്നുകയറ്റവും മൂലം പരമ്പരാഗത സ്വർണ്ണപ്പണി മേഖല പൂർണ്ണമായി തകർച്ചയെ നേരിടുകയാണെന്ന് ഈ രംഗത്തുള്ളവർ പറയുന്നു. സ്വർണ്ണവില സർവകാല റെക്കോർഡുകൾ ഭേദിച്ച് കുതിച്ചുയരുമ്പോൾ അണിയുന്നവന്റെ ആഡംബരത്തിനപ്പുറം ഈ മേഖലയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന പരമ്പരാഗത തൊഴിലാളികളുടെയും ചെറുകിട വ്യാപാരികളുടെയും ജീവിതം കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണെന്ന് ചെറുകിട വ്യാപാരികൾ പറയുന്നു. അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങളും വൻകിട കോർപ്പറേറ്റ് ജ്വല്ലറികളുടെ കടന്നുകയറ്റവും മൂലം പരമ്പരാഗത സ്വർണ്ണപ്പണി മേഖല പൂർണ്ണമായും തകർച്ചയെ നേരിടുകയാണെന്നാണ് ഇവർ പറയുന്നത്. വിപണിയിൽ മെഷീൻ നിർമ്മിത ആഭരണങ്ങൾ വ്യാപകമായതോടെ ഹാൻഡ്മെയ്ഡ് രീതിയിൽ നിർമ്മിക്കുന്ന സ്വർണത്തിന് ആവശ്യക്കാർ കുറഞ്ഞ സാഹചര്യമാണ്. ഇത് സ്വർണ്ണപ്പണി ചെയ്യുന്നവർക്ക് തിരിച്ചടിയായി. മുൻപ് ചെങ്ങന്നൂരിൽ 36ഓളം സ്വർണ്ണപ്പണിക്കാർ സജീവമായിരുന്നു. ഭൂരിഭാഗം പേരും ഉപജീവനത്തിനായി പെയിന്റിംഗ്, നിർമ്മാണ മേഖല എന്നിവയെ ആശ്രയിക്കുകയാണ്. വൻകിട ഹോൾസെയിൽ വ്യാപാരികളുടെയും വൻകിട ജ്വല്ലറി ശൃംഖലകളുടെയും വരവും ചെറുകിട കച്ചവടക്കാരെ ബാധിച്ചിട്ടുണ്ട്. വൻകിടക്കാർ നൽകുന്ന ആകർഷകമായ ഓഫറുകളോട് മത്സരിക്കാൻ സാധാരണ വ്യാപാരികൾക്ക് സാധിക്കാറില്ല. ഇതിനു പുറമെ വിപണിയിൽ നടക്കുന്ന അനധികൃത സ്വർണ്ണ വിൽപ്പനയും തങ്ങൾക്ക് വലിയ തിരിച്ചടിയാകുന്നതായി 30 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള സ്വർണ്ണ വ്യാപാരി മാത്യൂസ് വ്യക്തമാക്കി. രണ്ടാമത്തെ സീസണിൽ ഞങ്ങൾക്ക് നല്ലൊരു പ്രതീക്ഷയോട് കാണുന്ന ഒരു സമയമുണ്ടായിരുന്നു. അത് വർഷങ്ങളായി അത് നഷ്ടപ്പെട്ടിട്ട് വമ്പന്മാരുടെ വരവോടുകൂടി സാധാരണ കച്ചവടക്കാർക്ക് ഓഫർ ചെയ്യാൻ വയ്യാത്ത രീതിയിലുള്ള കാര്യങ്ങൾ, എന്നാൽ പൊതുജനം അവിടെ കബളിപ്പിക്കപ്പെടുകയുമാണ്. അത് മനസ്സിലാക്കാതെ സാധാരണക്കാർ പോലും അങ്ങോട്ട് പോകുന്ന ഒരവസ്ഥയിൽ ചെറുകിട വ്യാപാര മേഖലയെ അത് വളരെ രീതിയിൽ ബാധിച്ചു. നഷ്ടകാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ട് വരുന്ന ഒരവസ്ഥയാണ്. ജോലിക്കാരെ, പണിക്കാരെ മെയിൻറ്റെയിൻ ചെയ്യുക, ഇതൊക്കെ തന്നെ വളരെ രീതിയിൽ ബാധിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും പ്രാദേശിക വിപണിയെ പോലും പൂർണ്ണമായും തകിടം മറിച്ചിരിക്കുകയാണ്. വിവാഹ ആവശ്യങ്ങൾക്കുള്ള സ്വർണം ചെറുകിട സ്വർണ്ണക്കടകളിൽ നിന്നോ സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കുന്നവരിൽ നിന്നോ കടം വാങ്ങുന്ന ഉപഭോക്താക്കൾ പലപ്പോഴും കൃത്യമായി പണം നൽകാതെ പോകുന്നതും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്നും ഈ രംഗത്തുള്ളവർ പറയുന്നു. പണ്ടൊക്കെ ഒരു 50,000 രൂപ തന്നു കഴിഞ്ഞാൽ ബാക്കി പിന്നെ തരാമെന്ന് പറയും, കല്യാണം കഴിഞ്ഞ് തരാമെന്ന് പറയും. അത് കിട്ടത്തില്ല. പിന്നെ അതോടുകൂടി ഇതായി ഇപ്പം എല്ലാം പോയി. കാരണം എന്താ പറയുക, എല്ലാ മേഖലയിൽ നിന്നും സാധനം വരുന്നുണ്ട്. വന്നു കഴിയുമ്പോൾ അവർക്കത് നല്ല, അവർക്ക് 4-5% കിട്ടുമ്പോൾ അവരതല്ല പണിയിപ്പിക്കുന്നതിൻ്റെ ലാഭം അതാണ്. പിന്നെ ഫിനിഷിംഗ് ഉണ്ട്, എല്ലാം മിഷീനായിട്ട് ചെയ്യാൻ നോക്കും. പിന്നെ നമുക്ക് ഈ കൈകളുള്ള പണിയേ ഉള്ളൂ. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വിശ്വകർമ്മ പദ്ധതികൾ പോലുള്ള ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ താഴെ തട്ടിലുള്ള യഥാർത്ഥ തൊഴിലാളികൾക്ക് ലഭ്യമായിട്ടില്ല എന്നും പരാതിയുണ്ട്. ശക്തമായ സംഘടനകളോ സർക്കാർ അംഗീകാരമോ ഇല്ലാത്തതിനാൽ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങളും തങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്നും ഈ പരമ്പരാഗത തൊഴിൽ മേഖലയെയും തൊഴിലാളികളെയും സംരക്ഷിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും പരമ്പരാഗത തൊഴിലാളിയായ രാജേഷ് ബാബു പറയുന്നു. ഒരു കൊല്ലം മുമ്പ് പ്രധാനമന്ത്രിയുടെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. 15,000 കോടിയുടെ സാധനങ്ങൾ വിശ്വകർമ്മ ആൾക്കാർക്ക് പണിസാധനങ്ങളായിട്ട് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടൊക്കെയാണെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഇതൊന്നും നമ്മുടെ താഴെത്തട്ടിലുള്ള ആൾക്കാർക്കൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് തൊഴിലവസരങ്ങൾ കൂടണം. കാരണം ഈ ഒരു തലമുറയോടുകൂടി മിക്കവാറും ഈ സ്വർണ്ണപ്പണി എന്നുള്ളൊരു മേഖല നിന്നു പോകുന്ന അവസ്ഥയിലാണ്. സീസൺ ബിസിനസ്സുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടെന്നും കടയുടെ ദൈനംദിന കാര്യങ്ങൾ നടത്താനും തൊഴിലാളികളെ നിലനിർത്താനും കഴിയാത്ത അവസ്ഥയാണുള്ളതെന്നും ചെറുകിട സ്വർണ്ണ വ്യാപാരി മാത്യൂസും പറഞ്ഞു. ഏതായാലും ഈ മേഖലയിൽ സർക്കാരിൻ്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് വ്യാപകമായി ഉയരുന്ന ആവശ്യം. CDNet ന്യൂസ്, ചെങ്ങന്നൂർ.